അപ്പൊ നമുക്കൊരു കഥാപാത്രം തരുമ്പോൾ താങ്കളൊരു ഭ്രാന്തനാണ് എന്ന് പറയുമ്പോഴേ അപ്പൊ തന്നെ നിങ്ങൾ അനലൈസ് ചെയ്യണം. നിങ്ങളെ മനസ്സിൽ കാണണം നിങ്ങൾ എങ്ങനെയാണ് ഒരു ഭ്രാന്തൻ. ഈ ഭ്രാന്തൻ ഏത് രീതിയിലുള്ള ഭ്രാന്തനാണ്. അപ്പൊ ഞാൻ എങ്ങനെ ആരെയാണ്. അപ്പൊ നിങ്ങളൊരു 10ഓളം ഭ്രാന്തന്മാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളെ മൈൻഡിലൂടെ റിവൈൻഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും ഇവിടെ വേണ്ടത് എന്താണ് എന്നുള്ളത്. പിന്നെ നമ്മൾ സ്വയം കുറെ ചെയ്യുന്ന കാര്യങ്ങൾ അത്രേ ഉള്ളൂ. ഇത് അത്രേ ഉള്ളൂ. ഇതൊരു വലിയൊരു സംഭവമായിട്ടൊന്നും ചിന്തിക്കണ്ട. കൂളായിട്ട് ചെയ്യുക കേട്ടോ. അതാണ് അന്നേ പറഞ്ഞത് ക്യാമ്പിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അന്ന് പിന്നെ തിരക്കായിരുന്നു, അസുഖമാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമ്പിന് വരാതിരുന്നു. നമ്മൾ ക്യാമ്പിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിരുന്നുവെങ്കിൽ അവിടെ വെച്ചിട്ട് മാഷ് നിങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ ഏറെക്കുറെ നമുക്ക് പഠിക്കാനും കഴിയുമായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കട്ടാ, ടെൻഷനൊന്നും വേണ്ട. കുറച്ച് സമയം ഇരുന്ന് വായിച്ച് പഠിച്ചിട്ട് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ ഭ്രാന്തന്മാരെ കണ്ടിട്ടില്ലേ.